ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിലുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഫെലനോപ്സിസ് മീഡിയം സൈസ് പ്ലാന്റ്സിൻ്റെ ആണ്. അപ്പോൾ കുറച്ച് കളേഴ്സ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്ന് കാണിക്കാനും പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം കാണിക്കാനാണ്. ഇത് ക്യാരറ്റ് കേക്ക് എന്നുള്ള ഒരു പുതിയ ഒരു നല്ല അടിപൊളി വെറൈറ്റിയാണ്. നല്ലൊരു ഓറഞ്ച് കളർ ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത്. അപ്പോൾ നമുക്ക് നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ്. ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. ഇത് ടൈഗ്രീസ് എന്നുള്ള ഒരു പ്ലാന്റ് സൈസാണ്. മീഡിയം സൈസ് പ്ലാന്റ്സിന് കണ്ടല്ലോ. ഇത് ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള ഹാർഡനിങ് കഴിഞ്ഞ് ഒരു വർഷത്തിനും 1.3 ഒരു വർഷം 3 മാസം അടുപ്പിച്ച് പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഏതാണ്ട് ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് സീസൺ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ മിക്ക ഫെലനോപ്സിസിനും. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിക്കവാറും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് സൈസായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിന് ആകെ 325 രൂപയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. ഒരു പ്ലാന്റായിട്ട് എടുക്കുമ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ കണ്ടോ, നല്ല അടിപൊളി റൂട്ടായിട്ടൊക്കെ ഉള്ള നല്ല പ്ലാന്റ്സാണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് ഗുഡ് റീസൺ എന്നുള്ള പ്ലാന്റാണ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് 325 രൂപയാണ്. 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് 5 കളറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് 300 രൂപയെ വരുന്നുള്ളൂ. ഇത് ഡെയ്മെത്തന എന്നുള്ള ഒരു പ്ലാന്റാണ്. ഡെയ്മെത്തന, ഇതെല്ലാം ഡെയ്മെത്തനയുടെ പ്ലാന്റാണ്. അപ്പോൾ പ്ലാന്റ് ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ നമ്പർ 9037347179 എന്നുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാറ്റലോഗും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്ന അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഷോപ്പ് പീസ് എന്നുള്ള പ്ലാന്റ്സിൻ്റെ സൈസാണ് കേട്ടോ, ഷോപ്പ് പീസ്. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് മേടിക്കാൻ താല്പര്യമുള്ളവർ നമുക്ക് ഫുൾ അഡ്രസ്സ്, ഫുൾ ഫോൺ നമ്പർ, 1-2 ഫോൺ നമ്പർ നിങ്ങൾക്ക് വയ്ക്കാം. കൂടാതെ പിൻകോഡ് എല്ലാം ഉൾപ്പെടെ ഫുൾ അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. അത് മറന്നു പോകരുത്. പിന്നെ DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ എന്നുള്ള കാര്യവും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. പ്ലാന്റ്സ് അയക്കുന്ന ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പ്ലാന്റ്സിൻ്റെ വീഡിയോ അയച്ചു തരുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ അയച്ചു തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പാക്കിൻ്റെ ഫോട്ടോയും പാക്ക് ചെയ്ത് കഴിഞ്ഞതിനുള്ള ഫോട്ടോയും ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടിയ ഉടനെ തന്നെ എനിക്കൊരു മെസ്സേജ് ഇടേണ്ടതാണ് കേട്ടോ. അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അപ്പം തന്നെ ഒന്ന് മെസ്സേജ് ഇടുക. കാരണം ഏതൊക്കെ പ്ലാന്റ്സ് എല്ലാവർക്കും കറക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് മെസ്സേജ് ഇടുക പ്ലാന്റ്സ് കിട്ടിയെന്നുള്ളത്. ഉറപ്പായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. പ്ലാന്റ്സിന് എന്തെങ്കിലും ഇഷ്യൂവോ കാര്യങ്ങളോ ഉണ്ട്, നിങ്ങൾക്ക് കിട്ടിയ പ്ലാന്റ്സ് മോശമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. മീഡിയം സൈസ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്ലാന്റ്സിനെ ഒരെണ്ണത്തിന് റീപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഒരു 3-4 മാസം ഈ പ്ലാന്റ് ഈ പോട്ടിൽ തന്നെ സുഖമായിട്ട് വളർന്നുള്ളൂ കേട്ടോ. അതിനുള്ള സൈസേ ആയിട്ടുള്ളൂ ഈ പ്ലാന്റ്സ്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ റീപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. പിന്നെ ഇതിന് വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിക്കുക. നിങ്ങൾ ഈ പോട്ടിനെ വേറൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 3 മാസമൊക്കെ ഇതിന് സുഖമായിട്ട് വളർന്നോളൂ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇത് കൊക്കോ ചിപ്സ് ആണ് ഇതിൻ്റെ മീഡിയം വരുന്നത്. അപ്പോൾ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട, മീഡിയം നോക്കി മാത്രം വെള്ളം ഒഴിക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൽ ചീച്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇതിനൊരു സാഫിൻ്റെ സ്പ്രേ കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതലും സ്യൂഡോമോണാസിൻ്റെ സ്പ്രേ നമ്മൾ കൊടുക്കാം. സ്യൂഡോമോണാസ് നമ്മുടെ മിത്ര കുമിളാണ്. അപ്പോൾ എന്തെങ്കിലും ഫെലനോപ്സിന് എന്തെങ്കിലും കേടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മിത്ര കുമിളായതുകൊണ്ട് തന്നെ നമ്മുടെ സ്യൂഡോമോണസിനെ അത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതിൽ നമ്മൾ ആ സ്യൂഡോമോണസ് ലിക്വിഡ്, ഇപ്പോൾ കെമിക്കൽ അധികം സ്പ്രേ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ സ്യൂഡോമോണസ് നമ്മുടെ ഫംഗൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അത് മാത്രമല്ല, സ്യൂഡോമോണസ് കൊടുക്കുമ്പോൾ പ്ലാന്റ്സിന് ഒരു പ്രത്യേക എന്താ പറയുക എനർജി പോലെയാണ്. പ്ലാന്റ്സ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം,
സ്യൂഡോമോണസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കെമിക്കൽ സ്പ്രേ വല്ലതും കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം ബ്രേക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ കൊടുക്കാവൂ. കാരണം അത് ഒരു ജീവനുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ്. അപ്പോൾ നമ്മൾ കെമിക്കൽ സ്പ്രേ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം ഇടവിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം സ്യൂഡോമോണസ് സ്പ്രേ കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 ദിവസം വീണ്ടും ഇടവിട്ട് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത സ്പ്രേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്റ്റാഫൊക്കെ ചിലർക്ക് അലർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഇത് കൊടുക്കാം. കൂടുതലും സ്യൂഡോമോണസ് പൊടിയും കിട്ടും, നമുക്ക് ലിക്വിഡും കിട്ടും. അപ്പോൾ ലിക്വിഡ് കൊടുത്താൽ മതി കേട്ടോ. സ്യൂഡോമോണസിൻ്റെ പൊടി കലക്കി കൊടുക്കണ്ട. കാരണം സ്യൂഡോമോണസിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കുമ്മായം പോലത്തെ പൊടിയിലാണ് അവർ അതിനെ, കുമ്മായല്ല, ഒരു ചോക്ക് പൗഡർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിനകത്താണ് അത് വളർത്തിയെടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കലക്കി ഇതിന് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ ലീഫ് മൊത്തം വെള്ള കളറായി പോകും. പിന്നെ അതിനെ തുടച്ച് കളയാനും പിടിക്കണം ഒക്കെ നിൽക്കണം. അപ്പോൾ അതിനേക്കാളും നല്ലത് ലിക്വിഡ് മേടിക്കാൻ കിട്ടും. ലിക്വിഡ് ഒരു 5 ml ലിക്വിഡ് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് സ്പ്രേ കൊടുക്കാം കേട്ടോ. നല്ലതാണ്, ഫെലനോപ്സിസിന് വളരെ നല്ലതാണ് സ്യൂഡോമോണസിൻ്റെ സ്പ്രേ. ഫെലനോപ്സിസ് വളർത്തുന്നവർ ഉറപ്പായിട്ടും 1-2 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് കയ്യിൽ കരുതി വയ്ക്കണം. അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ടാക്മൈസിൻ എന്നുള്ളൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ചെറിയ ഒരു പാക്കറ്റ് കിട്ടുന്ന ഒരു പൊടിയുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ട് കയ്യിൽ വയ്ക്കുക കേട്ടോ. കാരണം ഈ സമയത്ത് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഒരു പുഴുക്കമുള്ള സമയമാണ്, ചൂട് കൂടുന്ന സമയമാണ്. അപ്പോൾ ഒക്കെ ലീഫിൽ പെട്ടെന്ന് തന്നെ ഒരു ഇൻഫെക്ഷൻ പോലെ വന്ന് പ്ലാന്റ് കേടാവാൻ ചാൻസ് കൂടുതലുള്ള ടൈമാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചീച്ചിലോ കാര്യങ്ങളോ ഒക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആ ചീച്ചിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ചേരാം, ഇത് കണ്ടോ, ഇത് ആ ഒരു അസുഖം വന്ന പ്ലാന്റാണ്. അതിൻ്റെ ലീഫിൻ്റെ ഇവിടെ കണ്ടോ ഒരു മഞ്ഞ പോലെ വന്നിട്ട് ലീഫിൽ ഭയങ്കരമായിട്ട് വെള്ളം കെട്ടിയതുപോലെ ഒരു എഫക്റ്റ് വരും. എന്നിട്ട് അതിങ്ങനെ പൊഴിഞ്ഞു പോകും. ചിലപ്പം മുകളിലത്തെ ലീഫിനായിരിക്കും കംപ്ലൈൻറ്റ് വരിക, ചിലപ്പോൾ താഴത്തെ ലീഫിനായിരിക്കും കംപ്ലൈൻറ്റ് വരിക. കണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഡിസീസ് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പ്ലാന്റ്സിനൊന്ന് നോക്കണം. അപ്പോൾ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ലീഫിനെ പതുക്കെ എവിടെ നിന്നാണോ കട്ട് ചെയ്യുന്നത്, ചിലപ്പം നമുക്ക് ലീഫിൽ ഇവിടെ ആയിരിക്കും വട്ടത്തിനിങ്ങനെ വരിക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അതിന് താഴത്തെ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളയാം. എനിക്കിപ്പം അങ്ങനെ കാണിച്ചു തരാൻ ഇവിടെ ഇപ്പോൾ പ്ലാന്റ് ഇല്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ ഹൈഡ്രജൻ പെറോക്സൈഡോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്, കൂടി പോകണ്ട. അത് നന്നായിട്ട് ഈ പ്ലാന്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാത്തിലും, മീഡിയത്തിലും, റൂട്ടിലും, ലീഫിലും എല്ലാം നന്നായിട്ട് നല്ല സ്പ്രേ കൊടുക്കാം. അത് നമ്മളൊരു 3 ദിവസം ഇൻ്റർവെല്ലിൽ കൊടുക്കണം. ഇന്ന് കൊടുത്താൽ ഒരു 3-ാമത്തെ ദിവസം വീണ്ടും കൊടുക്കുക, ഒരു 3-ാമത്തെ ദിവസം വീണ്ടും കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം നമുക്ക് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ഫംഗൽ ഡിസീസിന് റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള സാഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് കിട്ടുമല്ലോ, ഞാൻ ഫോട്ടോയിൽ കാണിച്ചു തരാം. ആ സ്പ്രേയും കൂടെ നമ്മൾ ഇന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കുക, നാളെ ഫംഗലിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മാറി മാറി ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് വീണ്ടും ഉഷാറായിട്ട് വരും കേട്ടോ. അതിന് വേറെ പ്രശ്നമൊന്നും വരില്ല. നമ്മൾ അഥവാ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിക്കാണ്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഇന്ന് ഈ ലീഫ് പൊഴിയും, നാളെ ഈ ലീഫ് പൊഴിയും, മറ്റന്നാൾ പൊഴിയും, മൊത്തത്തിൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ടാക്മൈസിൻ, അത് ഒരു 46 രൂപ എന്തോ വിലയുള്ള ഒരു ചെറിയൊരു പാക്കറ്റാണ്. അത് നിങ്ങൾ എപ്പോഴും ഫെലനോപ്സിസ് വളർത്തുന്നുണ്ടെങ്കിൽ അതെന്തായാലും സൂക്ഷിച്ച് വയ്ക്കണം. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ, ഇത് ഒരു ടൈപ്പ് അസുഖമാണ്. ഇതേപോലെ ചീച്ചിലല്ല സംഭവം വന്നേക്കുന്ന, ചീച്ചിലായിട്ടല്ല വന്നേക്കുന്നത്, ഒരു ചീച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലീഫ് മഞ്ഞിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തന്നെ മാക്സിമം ഇതിന് വളം എന്താ പറയുക, ലീഫെല്ലാം കട്ട് ചെയ്ത് ഇതിന് റീപ്പോർട്ട് ഇടണം. ഇത് വേറെ ഒന്നും പ്രശ്നമല്ല, ഇത് ഞാൻ ഈ പോട്ടിൽ വെച്ചിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ ഇതിനകത്തിന് വളരെ സ്ഥലമില്ല. അപ്പോൾ ഞാനിത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്ലാന്റ്സിന് ഒരു 2-3 ആഴ്ചയായിട്ട് കുറച്ച് ശ്രദ്ധ കുറവാണ്. കാരണം കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒന്ന് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിച്ചാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. സാഫിലൊക്കെ മുക്കി ഒന്ന് ഓക്കെ ആക്കി എടുത്താൽ 2-3 സ്പൈക്കൊക്കെ വന്ന അറ്റ് എ ടൈം വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ വളങ്ങളൊക്കെ കൊടുത്താലും ചിലപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ കാണിക്കും കേട്ടോ.
എത്തിക്കാൻ കിട്ടും. അഥവാ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയുവാണെങ്കിൽ ഞങ്ങളിതിവിടെ സെയിലുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അയച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഫെലനോപ്സ് പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ 30, 10, 10, 13, 27, 27 പിന്നെ കരി സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടാഗ്മൈസിൻ, സാഫ്, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ കൂടെ അതും കൂടെ പറയാം കേട്ടോ. അപ്പോൾ അതും കൂടെ കൊറിയർ നമുക്ക് അയച്ചു തരാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് കോംബോ ഓഫറിൻ്റെ 99 10 പ്ലാന്റ് എടുക്കുമ്പോൾ 99 വെച്ച് കിട്ടുന്ന കോംബോ ഓഫറിൽ കമൻസ് ഒത്തിരി പേര്, എൻ്റെ ദൈവമേ, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിനകത്ത് ഓരോ കമൻസിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. കാരണം നമ്മളെ നിന്ന് പ്ലാന്റ്സ് മേടിച്ചവരും എല്ലാം അതിൻ്റെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നമ്മളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, അവർക്ക് ഹാപ്പിയാണ് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് കമ്മ്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് നമുക്ക് ആദ്യമേ എല്ലാവർക്കും സമ്മാനം കൊടുക്കാനൊന്നും നടക്കില്ലല്ലോ. അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ എന്താ പറയുക സെയിൽസും കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മുടെ സപ്പോർട്ടേഴ്സിനും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കമൻ്റൊക്കെ ചെയ്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കും സെയിം ഇത് തന്നെയാണ്. നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നതിൽ നിന്നും നമ്മൾ ഒരു സബ്സ്ക്രൈബറിന് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ആളെ നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. അവർക്ക് ഒരു സമ്മാനം നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ 14 തീയതി വരെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മേടിക്കുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ടും നമുക്ക് സമ്മാനമുണ്ട്. അത് 14 തീയതി വരെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുന്ന എല്ലാവർക്കും അതുവരെ മേടിക്കുന്ന എല്ലാവരും ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അന്ന് വരെ ഇടുന്ന നമുക്ക് സ്ഥിരമായിട്ട് ഇനി ഉണ്ടാവും. നമ്മൾ ഓരോ വീഡിയോയ്ക്കും താഴെ എത്ര കമൻറ്റ് വരുന്നോ അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരാൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ പോരട്ടെ. നമുക്കത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. എന്താ പറയുക, ഇനിയും അയ്യോ ദൈവമേ, അവരുടെ എക്സ്പെക്റ്റേഷന് നമുക്ക് നല്ല നല്ല പ്ലാൻസ് കൊടുക്കാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹമാണ്, ഇപ്പോൾ ഒരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ദൈവം സഹായിച്ചതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല കമൻറ്റുകളൊക്കെ എഴുതാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ, ഫെലനോപ്സിൻ്റെ ഈ വീഡിയോ 1-2 കാര്യങ്ങൾ കൂടെ ഇതേപോലെ ഈ ഡിസീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. കാരണം ഞങ്ങളുടെ ഫാമിൽ പോലും ഇത്രയും ഫംഗിസൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും നമ്മുടെ 1-2 പ്ലാന്റ്സിനൊക്കെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ സാധാ ഇരിക്കുന്ന പ്ലാന്റ്സിന് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചു ഈ ഡിസീസ് വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ വീഡിയോയിൽ ഇതും കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കരുതുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഉഷാറ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.